അപ്പോൾ നമ്മളിന്ന് Casa Rioയിലാണ് നമ്മുടെ CCRക്കടെ പരിപാടിക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് സംതിങ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ അവർ മീനും കൊണ്ടൊരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഷെഫ് പറഞ്ഞു. ബ്രോ പറഞ്ഞു കൊടുത്ത നമ്മൾ ഫിഷ് ഇലയിൽ വെച്ചതാണ് ചെയ്യാൻ പോണേ. അതായത് നമ്മൾ സാധാരണ ഇലയിൽ നമ്മൾ പൊള്ളിക്കാനൊക്കെ ഇത് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വിരിഞ്ഞ രീതിയിൽ നമ്മൾ വെച്ചത്. പക്ക ഓണിയൻ ഗ്രേവി അത് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടാണ് പേസ്റ്റ് ആക്കിയിട്ട് അത് നമ്മൾ ഇലയിലേക്ക് കോക്കനട്ട് മിൽക്കിന്റെ ഒരു ബേസിൽ നമ്മൾ മിക്സ് ആക്കിയിട്ട് ഫിഷ് നമ്മൾ ഗ്രില്ലാക്കിയിട്ട് അതിൽ വെച്ച് കൊടുക്കും. ഗ്രില്ല് ചെയ്തിട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ. ഫസ്റ്റ് നമുക്കൊന്ന് കേരള മാരിനേഷൻ ഇട്ട് ഫിഷ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വിനീഗർ, കുറച്ച് കോക്കനട്ട് ഓയിൽ, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ആക്കി ഇനി കയ്യിലെടുത്തിട്ട് സീർ ഫിഷിലേക്ക് നമുക്ക് ഇനി ഒന്ന് മാരിനേഷൻ ഇട്ടു. പാനിലേക്ക് നമ്മൾ ഓയിൽ ആഡ് ചെയ്തു. ഫിഷ് നമുക്കൊന്ന് ഗ്രില്ല് ചെയ്യാം. ഫിഷിന് വേണ്ടിയുള്ള മസാല എങ്ങനെ ചെയ്തതെന്നാണ് പറയാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ഓണിയന്, കൊറിയാണ്ടർ പൗഡർ, കുറച്ച് ചില്ലി പൗഡർ, കുറച്ച് ടർമറിക് പൗഡർ, കുറച്ച് കരിവേപ്പില, കുറച്ച് കോക്കനട്ട് ഓയിൽ, കുറച്ച് വിനാഗിരി, കുറച്ച് ഗാർലിക്ക്, കുറച്ച് ജിഞ്ചർ, കുറച്ച് ചില്ലി, ഇതെടുത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ പേസ്റ്റ് അടിച്ചെടുക്കാം. ഇതിനെയാണ് പേസ്റ്റ് ആക്കുന്നത് അല്ലേ. ഇല ചട്ടി പിടിക്കാണ്ടിരിക്കാനായിട്ട് ശകലം വെള്ളം ഒഴിച്ചെടുക്കാം. നമുക്ക് അടിയിൽ വാട്ടിയെടുത്തതില ചട്ടിയിൽ വയ്ക്കാം. മസാല എല്ലാം ഇട്ട് നമ്മൾ അടിച്ചെടുത്ത പേസ്റ്റാണിത്. ഇത് നമുക്കിനി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഈ മസാല ഒന്ന് നമ്മൾ മിക്സ് ആക്കി എടുക്കാം. ഗ്രില്ല് ചെയ്ത ഫിഷ് ഒന്ന് നമുക്ക് വെച്ചാൽ കുറച്ചുകൂടി കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഫിഷ് റെഡിയാവുന്ന സമയം കൊണ്ട് ഓണിയൻ, ബെൽ പെപ്പർ, ടൊമാറ്റോ ഇവ യൂസ് ചെയ്ത് നമുക്ക് ഗാർണിഷ് ശരിയാക്കാം. നമ്മുടെ ഫിഷ് ഇലയിൽ വെച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഇലയോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ രണ്ടുപേരുണ്ട്. നമ്മുടെ റീനാസ് കലവറ കേക്കിന്റെ മാജിക് ആണ് മൊത്തം ആള്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ടേസ്റ്റ് ചെയ്യണം. അത് നമ്മുടെ വൺറൂഫും നമ്മുടെ ഇതില് കൂടിയിട്ടുണ്ട് ഈ ഒരു മീൻ. കാരണം മീൻ ഉണ്ടാക്കിയപ്പോ തന്നെ എവിടുന്നോ മണവും തപ്പി. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് കുക്ക് ചെയ്യുന്നതിന് മണത്തറിയാതിരിക്കോ. അപ്പൊ നമ്മുടെ മാത്യു ജിൻഡോ മാത്യു ബ്രോ നമ്മുടെ Casa Rioയില് നമുക്ക് വേണ്ടിയിട്ട് മീൻ ഇലയിൽ വെച്ചത് ഉഷാറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ രണ്ടുപേരും ടേസ്റ്റ് സാധാരണ പറഞ്ഞിട്ട് ഇലയിൽ പൊള്ളിച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡിഷ് ഏതായാലും ഫസ്റ്റ് ടൈം ആണ്. എന്തായാലും കഴിച്ചിട്ട്
അഭിപ്രായം. ഈ ക്രീമി ആയിട്ട് കോക്കനട്ടിന്റെ ക്രീമി ഒക്കെ ആയിട്ട് മീനിന്റെ മേലെ ഇങ്ങനെ ഒരു കോട്ട് വെക്കുക. ഞാനത് ഇങ്ങനെ തുഴഞ്ഞെടുത്തു. വേണമെന്നുണ്ടെങ്കിൽ ശകലം ഉള്ളിയൊക്കെ കയറ്റാട്ടോ. നമുക്ക് ഉള്ളിയോട് പണ്ടേ ഒരു സീക്രട്ട് ഉള്ള തോണ്ടി എടുക്കുക. എവിടെ മീനിനെ കാണുന്നില്ല. മീന് കട്ടായില്ല കേട്ടോ. ഓക്കെ, അപ്പം cheers. ആ പാല് തേങ്ങാപ്പാലിന്റെ ഒരു ഫ്ലേവർ വന്നിട്ട് തേങ്ങാപ്പാല് നെയ്മീൻ ഉണ്ടാക്കിയാൽ എന്തൊരു ഏത് ഫിഷാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ചും കൂടി വേണം. മൊത്തത്തിൽ എടുത്തിട്ട് പോകാല്ല ഇങ്ങനെ രക്ഷയില്ല. സൂപ്പറായിട്ട് നമ്മള് കേക്ക് ഒന്നും അടിച്ചു മാറ്റാൻ പറ്റില്ല, മീനിലൊന്നും കൈ വെക്കാൻ പാടില്ല കേട്ടോ. നമ്മളെ മെയിൻ ഈ ഫുഡിന്റെ ഐറ്റമാണ്. കരിമീനോ ഫിഷോ സ്ലൈസ് ഫിഷോ പല പല മീനുകളിലും ഉണ്ടാക്കാം. പക്ഷെ ബെസ്റ്റ് എന്താണ്? നെയ്മീൻ. നെയ്മീൻ തന്നെയാണ് ബെസ്റ്റ്. നെയ്മീനും കരിമീനും മുള്ളുണ്ടാവും. അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ആ മറ്റേ എന്താ പറയാ ക്രീമി പറഞ്ഞ വേറെ റിച്ച് ക്രീമിയാണ്. തേങ്ങാപ്പാലില്ലേ? അപ്പോൾ നമ്മുടെ ജിൻഡോ ബ്രോൻ്റെ കാസാ റിയോയിലെ ജിൻഡോ ബ്രോൻ്റെ മീൻ ഇലയിൽ വെച്ചത് വേറെ ലെവലിൽ ടേസ്റ്റാണ്. അപ്പോൾ കൂട്ടത്തിൽ നമ്മുടെ കൂടെ റീനാസ് കലവറ. അപ്പോൾ ബ്രോ ഇതുണ്ടാക്കി തന്നതിന് വളരെ താങ്ക്സ്. വേറെ ലെവലിൽ കിടലിനായിരുന്നു കേട്ടോ എന്തായാലും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇത് കഴിക്കണ പറ്റില്ല, വേറെ തിന്ന് തീർത്തിട്ട് വീണ്ടും ഒരു അടിപൊളി വീഡിയോ വരാം. അപ്പോൾ നമ്മളെ വേറെ കുറച്ച് എന്താ പറയുക കുക്കിങ്ങും ഒരു ഫുഡ് റിവ്യൂസൊക്കെ ആയിട്ട് വേറെ വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെയായിരിക്കും ബൈ. അപ്പോൾ നമ്മുടെ റീനാസ് കലവറയെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സെറ്റ്.